ഇപ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അറസ്റ്റിലായ തന്ത്രി കണ്ഠരര് രാജീവരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയാണ്. ഡാൻ കുര്യൻ, ഡാൻ മെഡിക്കൽ കോളേജിലേക്ക് തന്നെ മാറ്റുകയാണോ? അതെ അതെ, ഡ്രോപ്പ് സി ടെസ്റ്റിൽ വേരിയേഷൻ ഉണ്ടായ പശ്ചാത്തലത്തിലാണ് ഇങ്ങനെയൊരു നീക്കം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ജനറൽ ആശുപത്രിയിൽ നിന്ന് തന്ത്രി കണ്ഠരര് രാജീവരുമായിട്ടുള്ള വാഹനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് വലിയ പോലീസ് സുരക്ഷയിൽ കടന്നുപോവുകയാണ്. അദ്ദേഹത്തിന് 3 തരത്തിലുള്ള പരിശോധനകൾ ഇപ്പോൾ നടന്നിട്ടുണ്ട്. അതിൽ ECGയിൽ വലിയൊരു വേരിയേഷൻ ഉണ്ടായിട്ടില്ല. പക്ഷേ ഡ്രോപ്പ് ടി ടെസ്റ്റിൽ നടത്തിയ പരിശോധനയിലുണ്ടായ വേരിയേഷനാണ് അദ്ദേഹത്തെ ഇവിടെ നിന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുന്ന തരത്തിലെ കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നത്. അവിടെ വെച്ച് വിദഗ്ധമായ പരിശോധനകൾ നടത്തിയതിനു ശേഷമായിരിക്കും തുടർ നടപടികൾ. വലിയ പോലീസ് കാവലിലാണ് ഈ വാഹനം ഇവിടെ നിന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കടന്നു പോകുന്നത്. എന്തായാലും അദ്ദേഹത്തിന് പ്രാഥമികമായി നടത്തിയ പരിശോധനയിൽ മറ്റ് കുഴപ്പങ്ങളൊന്നും ആദ്യം കണ്ടെത്തിയിരുന്നില്ല. പക്ഷേ വിദഗ്ധമായി ഈ ഡ്രോപ്പ് ടി ടെസ്റ്റ് നടത്തുന്നതിനിടയിൽ അതിൽ സംഭവിച്ച വ്യതിയാനമാണ് അദ്ദേഹത്തെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിക്കാനുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയത്. എന്തായാലും അത്തരത്തിലൊരു പരിശോധന അത് തുടർന്ന് വിദഗ്ധമായ പരിശോധന അതൊരു പക്ഷേ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ച് നടന്നേക്കും. അതിനുശേഷമായിരിക്കും തുടർ നടപടികൾ എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. എന്തായാലും തന്ത്രിയെ എത്തിക്കുന്നത് അറിഞ്ഞ് വലിയ പോലീസ് സുരക്ഷയിലായിരുന്നു ജനറൽ ആശുപത്രി പരിസരം. തന്ത്രിയെ കാണുന്നതിനായി നിരവധി ആളുകളാണ് ഈ പരിസരത്ത് തടിച്ചുകൂടുകയും ചെയ്തത്. ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. തന്ത്രിക്ക് വിദഗ്ധ ചികിത്സ ആവശ്യമുണ്ട്. ഡ്രോപ്പ് ടി ടെസ്റ്റ് അത് സാധാരണഗതിയിൽ ഹൃദ്രോഗം സംബന്ധിച്ച ഒരു പരിശോധനയാണ്. ഹൃദ്രോഗ സാധ്യതകൾ അല്ലെങ്കിൽ ഹൃദയാഘാതത്തിനുള്ള സാധ്യതകളൊക്കെ മുൻകൂട്ടി കാണുന്നതിന് വേണ്ടിയുള്ളൊരു പരിശോധനയാണ് ഡ്രോപ്പ് ടി ടെസ്റ്റ്. ഈ പരിശോധന ഡ്രോപ്പ് ടി എന്ന രക്തപരിശോധനയിൽ വ്യതിയാനങ്ങളുണ്ടെങ്കിൽ സാധാരണഗതിയിൽ വിദഗ്ധ ചികിത്സയ്ക്ക് നിർദ്ദേശിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ECGയിൽ തന്ത്രിക്ക് കാര്യമായ പ്രശ്നങ്ങളില്ല. പക്ഷേ ഡ്രോപ്പ് ടി ടെസ്റ്റിലുള്ള വ്യതിയാനത്തെ തുടർന്ന് ഇപ്പോൾ മെഡിക്കൽ കോളേജിലേക്ക് വിദഗ്ധ ചികിത്സയ്ക്ക് അദ്ദേഹത്തെ കൊണ്ടുപോവുകയാണ്. ഇന്നലെ ഡാൻ തുടരുന്നുണ്ടെങ്കിൽ ഡാൻ ഇന്നലെ വലിയ രീതിയിലുള്ള യാത്രകളുണ്ടായിരുന്നു. മണിക്കൂറുകളോളം നീണ്ട ചോദ്യം ചെയ്യലുണ്ടായിരുന്നു. സ്വാഭാവികമായും അദ്ദേഹം വലിയ സമ്മർദ്ദത്തിലായിരുന്നിരിക്കണം. രാത്രി ഉറങ്ങാൻ കഴിഞ്ഞില്ല എന്ന് പറയുന്നുണ്ട്. തുടർന്ന് ഇന്ന് രാവിലെ ജയിൽ അധികൃതരെ ശാരീരിക അസ്വാസ്ഥ്യമുണ്ട് എന്നറിയിക്കുകയായിരുന്നു. അതേ തുടർന്നാണ് ആദ്യം ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നത്. അവിടെ നടത്തിയ പരിശോധനയ്ക്കൊടുവിലാണ് ഇപ്പോൾ അദ്ദേഹത്തെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുന്നത്. മെഡിക്കൽ കോളേജിൽ നിന്നുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്ക് നോക്കാം. എപ്പോഴാണ് വരുന്നത്, എന്താണ് അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച വിവരങ്ങളൊക്കെ നോക്കാം. ഇത് ഒരു വലിയ രാഷ്ട്രീയ വിവാദമായി കൂടി മാറുമ്പോൾ എന്താണ് നേതാക്കളുടെ പ്രതികരണം നോക്കാം. 4 CPM നേതാക്കന്മാർ ജയിലിൽ കിടക്കാൻ തുടങ്ങിയിട്ട് കുറേ ദിവസങ്ങളായി. അവരെ പറ്റിയാണ് ആദ്യം അവർ പറയേണ്ടത്. ഈ 4 നേതാക്കന്മാർക്കെതിരെയും പാർട്ടി ഇതുവരെ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. അവരെ രക്ഷപ്പെടുത്താനുള്ള മാർഗങ്ങളാണ് അവർ നോക്കിക്കൊണ്ടിരിക്കുന്നത്. പിന്നീട് തന്ത്രിയെ അറസ്റ്റ് ചെയ്തു എന്നുള്ളതൊരു വസ്തുതയാണ്. അത് നിയമപരമായ കാര്യങ്ങളാണ്. നിയമത്തിൻ്റെ വഴിക്ക് പോട്ടെ. നിയമത്തിന് ആരും അതീതരല്ല. അതിനനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോകട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. SITയുടെ അന്വേഷണം മുന്നോട്ട് നീങ്ങട്ടെ. യഥാർത്ഥത്തിൽ കുറ്റവാളികളായ മുഴുവൻ ആളുകളെയും നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം. ഇനി മുൻ മന്ത്രിമാരുമുണ്ട്. അവരും വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം അയ്യപ്പൻ്റെ മുതൽ കട്ടവരാരും രക്ഷപ്പെട്ടിട്ടില്ല. അയ്യപ്പൻ ആരെയും രക്ഷപ്പെടാൻ അനുവദിക്കത്തുമില്ല. ഇതാണ് എൻ്റെ സത്യം. സംരക്ഷിക്കാനും അതിനെ കൃത്യമായ അതിൻ്റെ അക്കൗണ്ടബിലിറ്റിയും അത് നോക്കാൻ അതിൻ്റെ ആരുടെ ഉത്തരവാദിത്വമാണ്? ദേവസ്വം ബോർഡും ദേവസ്വം മന്ത്രിൻ്റെ അല്ലേ? അപ്പോൾ തന്ത്രിനെ അറസ്റ്റ് ചെയ്യുമ്പോൾ എന്തുകൊണ്ട് മന്ത്രിനെ അറസ്റ്റ് ചെയ്യുന്നില്ല? എന്തുകൊണ്ട് മന്ത്രിനെ ചോദ്യം ചെയ്യുന്നു, തന്ത്രിനെ അറസ്റ്റ് ചെയ്യുന്നു? ഇതൊരു ചോദ്യമാണ്. ഒരു വാലിഡ്, ഒരു ലെജിറ്റിമേറ്റ് ചോദ്യമാണ്. ഞങ്ങളുടെ ഒരു അഭിപ്രായം, ശക്തമായ ഒരു അഭിപ്രായം, ആദ്യം മുതൽ ഇവിടെ നടക്കുന്നത് CPM-ഉം കോൺഗ്രസും അവരെ രാഷ്ട്രീയക്കാരെ സംരക്ഷിക്കാൻ ഒരു വലിയൊരു എഫർട്ട്.
സംശയാസ്പദമാണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറസ്റ്റ് ചെയ്തപ്പോൾ ആദ്യം തന്നെ പോറ്റി നൽകിയ മൊഴിയിൽ പ്രധാനപ്പെട്ട ഒരു പേരായിരുന്നു കടകംപള്ളി സുരേന്ദ്രന്റെയും പ്രശാന്തിന്റെയും. അതായത് ആദ്യ ദിവസം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറസ്റ്റ് ചെയ്ത് SITക്ക് ലഭിച്ച മൊഴികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 പേരുകളായിരുന്നു കടകംപള്ളി സുരേന്ദ്രനും അതുപോലെ അപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രശാന്തും. ആ 2 പേരിൽ 2 പേരെയും SIT നിരവധി തവണ ചോദ്യം ചെയ്തു. എല്ലാവിധ തെളിവുകളും കടകംപള്ളി സുരേന്ദ്രനും പ്രശാന്തിനുമെതിരെ ഉണ്ടായിട്ടും SIT അവരെ അറസ്റ്റ് ചെയ്യാൻ തയ്യാറായില്ല. എന്നാൽ തന്ത്രിയെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. തന്ത്രി ക്ഷേത്രത്തിലെ എല്ലാ വസ്തുക്കളുടെയും കസ്റ്റോഡിയൻ അല്ല, അത് ദേവസ്വം ബോർഡാണ്. തന്ത്രി അവിടുത്തെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് അദ്ദേഹത്തിനുള്ള അധികാരം. അവിടെ പൂജ എങ്ങനെ വേണം, അവിടുത്തെ കാര്യങ്ങളിൽ എന്തൊക്കെ മാറ്റം വരുത്തണം, സമയം എങ്ങനെയായിരിക്കണം, അതിനപ്പുറത്ത് ദേവസ്വം ഭണ്ഡാരം സൂക്ഷിക്കാനുള്ള ഒരു അധികാരവും തന്ത്രിക്കില്ല. അതിന്റെ മുഴുവൻ കസ്റ്റോഡിയനും ദേവസ്വം ബോർഡ് തന്നെ. എല്ലാം ഇപ്പോൾ ജയിലിൽ കിടക്കുന്ന 3-4-5 പേരും തന്ത്രിയും ചേർന്നാൽ എല്ലാമായി എന്നാണ് ഗവൺമെൻറ് കരുതുന്നതെങ്കിൽ അത് ഞങ്ങൾ അംഗീകരിക്കില്ല. തന്ത്രിയിൽ ഒതുക്കണ്ട, തന്ത്രിയെ മറയാക്കി മന്ത്രിയെ രക്ഷിക്കാൻ നോക്കണ്ട. തന്ത്രി എന്ത് ചെയ്തു എന്നുള്ളതിനെക്കുറിച്ച് ഞങ്ങൾക്ക് അഭിപ്രായം പറയാൻ കഴിയില്ല. കാരണം ഇത് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്കാണ് അതിൻ്റെ കാര്യങ്ങൾ ബോധിപ്പിക്കേണ്ടത്. അത് കോടതിയിൽ പറയേണ്ട കാര്യമാണ്. പക്ഷേ ഈ ദേവസ്വം ബോർഡ് ഭരണകർത്താക്കൾ മാത്രം വിചാരിച്ചാൽ ഇങ്ങനെ സ്വർണം കടത്തി കൊണ്ടുപോകാൻ കഴിയുമൊന്നുമില്ല. ഇത് മന്ത്രിമാർ അറിഞ്ഞില്ലെങ്കിൽ പിന്നെ ഇവരെന്തിനാ മന്ത്രിമാരായിരിക്കുന്നത്? അതായത് സ്വന്തം വകുപ്പിൻ്റെ കീഴിലൊരു കൊള്ള നടക്കുമ്പോൾ അത് കണ്ടുപിടിക്കാൻ മന്ത്രിമാർക്ക് കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ആരാ വിശ്വസിക്കുക? പ്രത്യേകിച്ച് മാർക്സിസ്റ്റ് പാർട്ടി പോലത്തെ ഒരു സംവിധാനത്തിൽ. ഇത് അറസ്റ്റ് ചെയ്തവരെല്ലാം ഒരു പാർട്ടിക്കാരല്ലേ? ആ പാർട്ടിക്കാർ സ്വർണം കടത്തിയത് ബന്ധപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയും, അതായത് CPM-ഉം അതിൻ്റെ തലപ്പത്തുള്ളവരും മന്ത്രിയും അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ എല്ലാം തന്ത്രിയിൽ അവസാനിപ്പിക്കാം എന്ന് സർക്കാർ കരുതണ്ട. അന്വേഷണം ശരിയായ രൂപത്തിലാണെന്നാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. ഹൈക്കോടതി ഒരു കാര്യം കൂടി പറഞ്ഞു, നമ്മൾ ഈ മാധ്യമങ്ങൾ ആവശ്യമില്ലാതെ വാർത്തകളൊക്കെ കൊടുത്ത് ഈ അന്വേഷണത്തെ വഴിതെറ്റിക്കാൻ പാടില്ല. അപ്പോൾ നമ്മൾ ഓരോ ഘട്ടത്തിലും അത് സംബന്ധിച്ച് ഒരു അഭിപ്രായം പറയേണ്ടതില്ല. വളരെ ശരിയായ രൂപത്തിലാണ് അന്വേഷണം പോകുന്നതെന്ന് അന്വേഷണത്തിന് നേരെ മേൽനോട്ടം വഹിക്കുന്ന ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കുകയുണ്ടായി. എന്ന് മാത്രമല്ല, ഒരു സമ്മർദ്ദവും SITക്ക് മുകളിൽ ഇല്ല എന്നതും ഹൈക്കോടതി വ്യക്തമാക്കി. അപ്പോൾ സമ്മർദ്ദമുണ്ട് എന്ന് പറഞ്ഞ് ഇത് വഴിതെറ്റിക്കാൻ ശ്രമിച്ചവർക്കെതിരെയുള്ള ശക്തമായൊരു താക്കീതാണ് ഹൈക്കോടതി നടത്തിയിട്ടുള്ളത്. നിങ്ങളൊന്നും പിന്നെ അങ്ങനെ പറഞ്ഞ ആളുകൾ അങ്ങനെ പറഞ്ഞു എന്നുള്ളത് വിധി വരുമ്പോൾ നിങ്ങളെല്ലാവരും മറന്നു പോകുന്നതുകൊണ്ട് അത്തരം ചോദ്യങ്ങളൊന്നും വരാതിരിക്കുന്നതാണ്. അതുപോലെ മറ്റു പല പുതിയ ബന്ധങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞ് അതുപോലെ വളരെ പ്രധാനപ്പെട്ട ചില ചിത്രങ്ങളെല്ലാം പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ തുടക്കം മുതലുള്ളൊരു അന്വേഷണത്തിലേക്ക് ഇപ്പോൾ SIT വരുന്നു, എല്ലാ കാര്യങ്ങളിലും ഒരു പരിശോധന വരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ബാക്കി ഹൈക്കോടതിയാണ് അതിന് മേൽനോട്ടം വഹിക്കുന്നത്. ഈ ഘട്ടത്തിൽ ഗവൺമെന്റ് അത് സംബന്ധിച്ച് പ്രത്യേകമായിട്ടുള്ള അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്നില്ല. ഇത് ഞങ്ങള് ഒരു ഘട്ടത്തിലും ശബരിമല അന്വേഷണത്തെ സംബന്ധിച്ച് ഒരാക്ഷേപവും പറഞ്ഞിട്ടില്ല. കാരണം ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലും നിരീക്ഷണത്തിലുമാണ് നടക്കുന്നത്. ഹൈക്കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ പൂർണ്ണ നിരീക്ഷണത്തിലാണ് എന്ന് ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട്. ശരിയായ ദിശയിലാണ് എന്ന് കഴിഞ്ഞ ദിവസമാണ് കോടതി പറഞ്ഞത്. ആ അന്വേഷണത്തെ വഴിതെറ്റിക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെ ശക്തമായിട്ടുള്ള ഭാഷയിൽ കോടതി രേഖാമൂലം നിരീക്ഷണങ്ങൾ നടത്തിയത് കഴിഞ്ഞ ദിവസം ഞാൻ തന്നെ സംസാരിച്ചിരുന്നു ഇക്കാര്യത്തിൽ. അന്വേഷണം വഴിതെറ്റിക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെ എന്തിനാണ് ഇപ്പോൾ കോൺഗ്രസ്സുകാർ ഇങ്ങനെ ബേജാറാവുന്നത്? ഇപ്പൊ പാരഡി പാടിയ ഉത്സാഹം കാണുന്നില്ലല്ലോ, പരിഭ്രാന്തിയാണല്ലോ കാണുന്നത്. ആരെ രക്ഷിക്കാൻ വേണ്ടിയായിരുന്നു SITക്കെതിരായി പ്രതിപക്ഷ നേതാവ് ചാടി വീണ് ആരോപണം ഉന്നയിച്ചത്? ഹൈക്കോടതി മേൽനോട്ടത്തിൽ നടക്കുന്ന അന്വേഷണത്തിൽ
ഹൈക്കോടതിക്ക് മുകളിൽ പ്രതിപക്ഷ നേതാവിന്റെ നിരീക്ഷണത്തിലാണ് നടത്തേണ്ടത്. പ്രതിപക്ഷ നേതാവും KPCC പ്രസിഡന്റും പറയുന്ന നിലയിലാണോ അന്വേഷണം മുന്നോട്ട് പോകേണ്ടത്, അതോ ഹൈക്കോടതി പറയുന്ന പോലെയാണോ? കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.